ഹലോ എവരി വൺ, എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അഥവാ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ വിൻഡോ ഇപ്പോൾ ലൈവാണ്. നിങ്ങൾക്ക് ഈ മാസം ജനുവരി 29 വരെ ആ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ധാരാളം പേര് അപ്ലൈ ചെയ്ത് പ്രിപ്പറേഷൻ, ഒരു ടെൻറ്റേറ്റീവ് സിലബസിനെ ബേസ് ചെയ്ത് പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, ഈ ഒരു പരീക്ഷയ്ക്ക് സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ഈ എക്കണോമിക്സ് എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് സിലബസ് കവർ ചെയ്യാം, എവിടെ നിന്നൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യേണ്ടത്, എക്കണോമിക്സിന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എവിടെ നിന്നൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സോഴ്സ് ആയിട്ട് എടുക്കേണ്ടത്, മുതലായ കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നോട്ടിഫിക്കേഷൻ ലൈവ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ആദ്യം നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ നിന്ന് തന്നെ തുടങ്ങാം. നോട്ടിഫിക്കേഷൻ ഡേറ്റ് 31/12/2024 ആയിരുന്നു. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 741/2024 ആണ്. ഡിപ്പാർട്ട്മെന്റ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് നമുക്കറിയാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2. സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് 31,100 രൂപ മുതൽ 66,800 രൂപ വരെ ബേസിക് സ്കെയിൽ ഓഫ് പേ പ്രതീക്ഷിക്കാവുന്നതാണ്. ടൈപ്പ് ഓഫ് റിക്രൂട്ട്മെന്റ് ഡിസ്ട്രിക്ട് വൈസ് ആണ്, ഡയറക്റ്റ് അല്ല, ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് ആണ്. യു ഹാവ് ടു ചൂസ് ദ ഡിസ്ട്രിക്ട്. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യേണ്ടി വരും. ഏജ് ലിമിറ്റ്, ഈ ഒരു എക്സാമിലേക്ക് 19 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. ഇനി ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക. ആ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കേണ്ടത് ഒന്നുകിൽ എക്കണോമിക്സിലോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിലോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലോ ആണ്. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബായിട്ടുള്ള, അതായത് കൊമേഴ്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്, നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഈ പറയുന്ന ഡിസിപ്ലിൻസിൽ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞു, 2025 ജനുവരി 29 ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ആവുന്നത്. അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതകളുള്ളവർ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തോളൂ. ആപ്ലിക്കേഷന്റെ ആ ഒരു ഡെഡ് ലൈൻ വരെ കാത്തിരിക്കരുത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ എക്കണോമിക്സിൽ നമ്മുടെ സിലബസ് പ്രകാരം ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഈ ടോപ്പിക്കിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സബ് ടോപ്പിക്സും എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ വിസിബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ നമുക്ക് എങ്ങനെ കവർ ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട റെഫറൻസുകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഓരോ പുസ്തകങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ, മോഡേൺ മൈക്രോ എക്കണോമിക്സ് ബൈ കൗട്ട്സിയാനസ്, Microeconomics Theory and Applications by H.L. Ahuja, Microeconomic Theory by Dominic Salvatore, and Intermediate Microeconomic Approach by Hal R. Varian. അപ്പോൾ ഇത്രയും പുസ്തകങ്ങളാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒന്നാമത്തെ മോഡ്യൂൾ കവർ ചെയ്യാനായിട്ട് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബുക്സ് മുഴുവനായിട്ട് റെഫർ ചെയ്യണമെന്നല്ല, ആ ഒരു സിലബസിൽ നിങ്ങൾക്ക് ധാരാളം സബ് ടോപ്പിക്സ് കാണാനായിട്ട് സാധിക്കുമല്ലോ. ആ സബ് ടോപ്പിക്സ് ഈ ഒരു വലിയ പുസ്തകങ്ങളായിരിക്കും, ബൾക്കി ആയിട്ടുള്ള പുസ്തകങ്ങളായിരിക്കും. അപ്പോൾ ഇതിൽ എവിടെയാണ് ആ സിലബസിലുള്ള നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പോയിന്റ് ഉള്ളത് എന്ന് നിങ്ങൾ ആദ്യം നിങ്ങളൊന്ന് ലൊക്കേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനെ സോർട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഈ പുസ്തകങ്ങൾ മുഴുവനായിട്ട് പഠിക്കണമെന്നല്ല, നമ്മൾ സിലബസ് ബേസ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ പല റെഫറൻസിൽ നിന്നും പല പോയിന്റ്സും പല ടോപ്പിക്സ് പല റെഫറൻസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോ റെഫറൻസ് മെറ്റീരിയൽസിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യുക, സോർട്ട് ഔട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 4 പുസ്തകങ്ങളിലൂടെ ആ ഒരു ടോപ്പിക്, ഒന്നാമത്തെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ ടോപ്പിക്കാണ് മാക്രോ എക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ. അതാണ് നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂളായിട്ട് വരിക. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ കവർ ചെയ്യാനായിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ കവർ ചെയ്യാനായിട്ട് നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന 3 റെഫറൻസ് മെറ്റീരിയൽസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം.
മാക്രോ എക്കണോമിക് തിയറി ആൻഡ് പോളിസി ബൈ HL അഹൂജ. അതാണ് ഒന്നാമത്തെ മെറ്റീരിയൽ. മാക്രോ എക്കണോമിക്സ് പ്രിൻസിപ്പിൾസ് ആൻഡ് ടൂൾസ് ബൈ O സലിവൻ ആൻഡ് ഷെഫ്രിൻ. മാക്രോ എക്കണോമിക്സ് ബൈ N ഗ്രിഗറി മാൻക്യൂം എന്നീ 3 പുസ്തകങ്ങൾ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് പല മെറ്റീരിയൽസിൽ നിന്നും അല്ലെങ്കിൽ ഓരോ മെറ്റീരിയൽസിൽ നിന്നും നമുക്ക് ചിലപ്പോൾ ആവശ്യമായിട്ടുള്ള കുറച്ച് ടോപ്പിക്സേ കിട്ടുള്ളൂ. അങ്ങനെ ഈ സിലബസിൽ കൊടുത്തിരിക്കുന്ന എല്ലാ സബ് ടോപ്പിക്സും ഈ 3 റെഫറൻസ് മെറ്റീരിയൽസ് ഒന്ന് നോക്കി അതിൽ നിന്നും പോയിന്റ്സ് കളക്ട് ചെയ്താൽ നമുക്ക് കവർ ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഈ ഇത് കവർ ചെയ്യാനായിട്ട് ഈ സിലബസിലെ ആ ഒരു ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ 3 പുസ്തകങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു 3 പുസ്തകങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ എക്കണോമിക് അനാലിസിസ് ആണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു സിലബസ് നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ മെറ്റീരിയൽസ് റെഫർ ചെയ്താലാണ് ഈ ഒരു പോർഷൻ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുക എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്ന്, ഫണ്ടമെന്റൽസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ബൈ SC ഗുപ്ത. അതാണ് നമ്മൾ ഒന്നാമതായിട്ട് റെഫർ ചെയ്യേണ്ട പുസ്തകം, ഫണ്ടമെന്റൽസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ബൈ SC ഗുപ്ത. അടുത്ത പുസ്തകം മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ ദ സോഷ്യൽ സയൻസസ് ബൈ J മൂർ മാക്ലൗസ്കി. അടുത്തത് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമെട്രിക്സ് ബൈ ക്രിസ്റ്റഫർ ഡോവർട്ടി എന്നീ 3 പുസ്തകങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് കവർ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മൊഡ്യൂൾ ഏതാണെന്ന് നോക്കാം. അടുത്ത നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെന്റ്, പബ്ലിക് ഫിനാൻസ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് എന്നാണ് നാലാമത്തെ ടോപ്പിക് വരുന്നത്. അപ്പോൾ ഈ നാലാമത്തെ മൊഡ്യൂൾ കവർ ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന 2 പുസ്തകങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പബ്ലിക് ഫിനാൻസ് ഇൻ തിയറി ആൻഡ് പ്രാക്ടീസ് ബൈ റിച്ചാർഡ് A മസ്ഗ്രേവ് ആൻഡ് പെഗി B മസ്ഗ്രേവ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ റെഫറൻസ് മെറ്റീരിയൽ. രണ്ടാമത്തെ റെഫറൻസ് മെറ്റീരിയൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത് ഇന്റർനാഷണൽ എക്കണോമിക്സ് തിയറി ആൻഡ് പോളിസീസ് ബൈ പോൾ ആർ ക്രുക്മാൻ ആൻഡ് മൗറിസ് ഓബ്സ്ഫെൽഡ് എന്നീ 2 പുസ്തകങ്ങൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. റെഫറൻസ് ആയിട്ട് ഈ 2 പുസ്തകങ്ങളും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത അഞ്ചാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള ആണ്. ഡെവലപ്മെന്റ് എക്സ്പീരിയൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിന്റെയും ഈ ഒരു മൊഡ്യൂളിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഏതൊക്കെ സബ് ടോപ്പിക് ആണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കേണ്ടത്, ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊക്കെ മെറ്റീരിയൽസ് നമ്മൾ റെഫർ ചെയ്താലാണ് ഈ ഒരു ടോപ്പിക്സ് എല്ലാം നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റുക എന്ന് നോക്കാം. അപ്പോൾ ഈ 3 പുസ്തകങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ എക്കണോമി ബൈ രമേഷ് സിംഗിന്റെ ഇന്ത്യൻ എക്കണോമി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ ആൻഡ് കേരള ബൈ MA ഉമ്മൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഇന്ത്യൻ എക്കണോമി സയൻസ് ഇൻഡിപെൻഡൻസ് ബൈ ഉമാ കപില ഈ 3 പുസ്തകങ്ങൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ 3 മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് വഴി ആ ഒരു ടോപ്പിക്കിൽ ആ ഒരു മൊഡ്യൂളിലുള്ള ഒരുവിധം എല്ലാ സബ് ടോപ്പിക്സും നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒരുപാട് റെഫറൻസ് നമ്മൾ കണ്ടു, ധാരാളം റെഫറൻസ് നമ്മൾ കണ്ടു. അപ്പോൾ റെഫറൻസ് മെറ്റീരിയൽ നമ്മൾ മുഴുവനായിട്ട് പഠിക്കണം എന്നല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റുകൾ ആദ്യം ഈ റെഫറൻസ് മെറ്റീരിയൽസിൽ നിന്നും ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിനെ ബേസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനാണ്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും സിലബസ് കവർ ചെയ്താൽ മാത്രം പോരാ, തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓതന്റിക് ആയിട്ടുള്ള ഏതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേരള PSCയുടെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതേ പോസ്റ്റിലേക്ക് തന്നെ പ്രീവിയസ് എക്സാമുകളിൽ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിരിക്കും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം റിസർച്ച് അസിസ്റ്റന്റ് അതിൽ സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്സിൽ നിന്ന് മാത്രമുള്ള സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് റിസർച്ച് അസിസ്റ്റന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്യാവുന്നത്. ഇനി തമിഴ്നാട് PSCയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് യൂസ് ചെയ്യാം. അതോടൊപ്പം ഡൽഹി സബോർഡിനേറ്റ് സെലക്ഷൻ ബോർഡിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ UPSC ആൻഡ് RPSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി എക്കണോമിക്സ്
എക്കണോമിക്സിന്റെ നെറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെറ്റ് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്റർനെറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം റിസർച്ച് അസിസ്റ്റന്റിന്റെ ഒക്കെ സിലബസ് ഇതിൽ നിന്ന് തീർച്ചയായിട്ടും ഡിഫറെന്റ് ആണ്. അപ്പോൾ എക്കണോമിക്സിൽ നമുക്ക് ആവശ്യമായുള്ള ടോപ്പിക്സിൽ നിന്ന് മാത്രം വരുന്ന ക്വസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്ത് അത് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമുക്ക് ഒരുപാട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, എക്കണോമിക്സ് നമുക്ക് സെൽഫ് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിക്ക് എങ്ങനെ എക്കണോമിക്സ് ക്രാക്ക് ചെയ്യാം, എക്കണോമിക്സ് സെൽഫ് സ്റ്റഡി ചെയ്യാം, ഏതൊക്കെ റെഫറൻസ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് എക്കണോമിക്സ് മാത്രമേ ആയുള്ളൂ. എക്കണോമിക്സ് പോലെ ഇനിയും സബ്ജക്റ്റുകളുണ്ട്. 4 വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഓരോ സബ്ജക്റ്റുകൾക്കും ഓരോ ടൈപ്പ് ഓഫ് റെഫറൻസ് മെറ്റീരിയൽസ് ആയിരിക്കും. അപ്പോൾ എക്കണോമിക്സിൽ തന്നെ ധാരാളം റെഫറൻസ് മെറ്റീരിയൽസ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും അതിനനുസരിച്ചുള്ള റെഫറൻസ് മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് നമ്മൾ ഈ ഒരു മുഴുവൻ സിലബസ്, എൻ്റയർ സിലബസ് നമ്മൾ സെൽഫ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ ധാരാളം റെഫറൻസ് മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ആ റെഫറൻസ് മെറ്റീരിയൽസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റുകൾ സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കേണ്ടി വരും. അതോടൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ എക്കണോമിക്സിന്റെ മാത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ ഈ സബ്ജക്റ്റുകളുടെ എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതേപോലെ ഓരോ റെഫറൻസിനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ധാരാളമായിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് എല്ലാം എടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ റെഫറൻസ് ക്വസ്റ്റ്യൻ എടുത്ത് പഠിച്ചാലും മോക്ക് ടെസ്റ്റിനൊക്കെയുള്ള ആക്സസ് നമുക്ക് ഉണ്ടായിരിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എക്കണോമിക്സ് സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർ നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസ്. അതായത് ധാരാളം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് റെഫറൻസ് മെറ്റീരിയൽസിൽ നിന്ന് ഈ ഒരു നമുക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളത് തന്നെ നാം പഠിക്കുന്ന രണ്ടാമത്തെ കാര്യമാണല്ലോ. ആ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കുക, നമുക്ക് ഒന്ന് വേർതിരിച്ചെടുക്കുക, അല്ലെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്യുക, ഒരു റെഫറൻസിൽ എവിടെയാണ് കിടക്കുന്നത് എന്നൊന്ന് ലൊക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ലഘൂകരിക്കാനായിട്ട്, അതായത് നിങ്ങൾ ഒരുപാട് സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു സമയം ലഘൂകരിക്കാനായിട്ടാണ് സാധാരണ ഉദ്യോഗാർത്ഥികൾ കോച്ചിങ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അഥവാ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് നേടാനായിട്ട് അതിലേക്കുള്ള നിങ്ങളുടെ ആ ഒരു യാത്ര, നിങ്ങളുടെ ആ ഒരു എൻഡേവർ അത് ലഘൂകരിക്കാനായിട്ട് ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ ടെക് PSC ഓഫർ ചെയ്യുന്ന ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കോഴ്സിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ക്ലാസ്സുകൾ നയിക്കുന്നത്. ക്ലാസ്സുകൾ ലൈവായിട്ടും റെക്കോർഡ് ക്ലാസ്സസ് ആയിട്ടും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ സെഷൻസും ലൈവ് ഉണ്ടാവില്ലേ, റെക്കോർഡഡ് ആയിരിക്കും എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെഷൻസ് ലൈവായിട്ടായിരിക്കും തരിക. ഒരു പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാരണവശാൽ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് ടെക് PSCയുടെ ഒഫീഷ്യൽ ആപ്പ് വഴി അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലൈവ് കാണുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ റെക്കോർഡഡ് സെഷൻസിൽ അത് സാധിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതിനും സൊല്യൂഷൻ ഉണ്ട്. കാരണം ഈ ഒരു എക്സാം തീയതി വരെയും നീണ്ടു നിൽക്കുന്ന ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പ് സപ്പോർട്ടും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള അവസരങ്ങളും മെന്റർഷിപ്പ് സപ്പോർട്ടും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം മോക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക, ഫീഡ്ബാക്കോട് കൂടിയുള്ള ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക. അത് ഒതന്റിക് ആയിട്ട് ഉള്ള ഒരു സോഴ്സിൽ നിന്നായിരിക്കണം. മാത്രമല്ല ടൈം മാനേജ്മെന്റോട് കൂടി അത് ചെയ്യുകയും വേണം. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വന്നാൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. അത്തരത്തിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് എക്സാമുകളും ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഇത്രയും സവിശേഷതകളുള്ള ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് ടെക് PSCയുടെ തന്നെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആയ 3999 എന്ന പ്രൈസിലാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള, ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന, ഈ ഒരു ജോലി ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.